ആദ്യം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉമ്മ തരാം. കുറേ ദിവസമായില്ലേ. പിന്നെ ഇത്ര ദിവസം ഞാനൊരു തിരക്കിലാണെന്ന് നിങ്ങൾക്കറിയാം. എന്താ അറിയാം, എൻ്റെ കുഞ്ഞുമാവയുടെ ചിരിയും കളി ആ ഒരു ലോകത്തായിരുന്നു ഞാൻ. കാരണം ആ കുഞ്ഞുമാവന് മടിയിൽ വയ്ക്കുമ്പോൾ ആ കുഞ്ഞുമാവ കാട്ടിലെ കുസൃതികളൊക്കെ ഉണ്ടില്ലേ, അതായത് ചിരിക്കുക, കരയുക, അവളുടെ ഓരോരോ ഭാവങ്ങളും ഞാൻ എൻ്റെ മനസ്സിൽ നിറച്ച് വെച്ചിരിക്കുകയാണ്. അതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുക, അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ കാര്യം. പിന്നെ അവളുടെ വീഡിയോസ് എടുത്ത് നോക്കുക, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങളെ കാണാൻ വരാത്തിരി വൈകിപ്പോയി കേട്ടോ. അത് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവില്ല. നമുക്കതൊരു വലിയ സന്തോഷമല്ലേ, അല്ലേ? ഒരു കുഞ്ഞുമാവ, നമ്മുടെ കൊച്ചുമോൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സൗഭാഗ്യം തരുന്ന നിമിഷമല്ലേ. ആ നിമിഷം നമ്മൾ ആസ്വദിക്കാതിരിക്കാൻ പറ്റുമോ? എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ആ കുഞ്ഞുമാവയുടെ മുഖമാണ് എപ്പോഴും ഞാൻ എപ്പോഴും അങ്ങനെയായി ഞാൻ. അത്രയ്ക്ക് സന്തോഷമാണ് എനിക്ക്. എത്രയോ വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ സൗഭാഗ്യമല്ലേ. അപ്പം അതിലായിപ്പോയി. പിന്നെ ഞാനിപ്പോൾ വന്നത് എന്താ അറിയോ, ഒരു കുടുംബത്തിൻ്റെ, ഒരു അച്ഛൻ്റെ അമ്മയുടെ കണ്ണീര്, തോരാത്ത കണ്ണീരെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അതിനൊന്നും ചെയ്യാൻ കഴിയാത്തൊരു, പ്രതിഫലമായിട്ട് നമുക്കൊന്നും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബസ്സിൽ നടന്ന ആ സംഭവത്തിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരൻ ജീവനൊടുക്കിയ കാര്യം അറിയില്ലേ? ആ അച്ഛൻ നമ്മുടെ സങ്കടം കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് അത് കണ്ടിട്ട് രാത്രി മുഴുവൻ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ആ മുഖങ്ങളാണ് ഓർമ്മ വരുന്നത്. അവരുടെ ആ കരച്ചിൽ, അവരാ ഓരോരോ കാര്യം പറഞ്ഞിട്ട് എനിക്കത് പറയുമ്പോൾ സങ്കടം വരും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊന്നും ഞാൻ ചെയ്യാറില്ല. കാരണം എനിക്ക് ഇങ്ങനത്തെ ഒന്നും പറയാനോ അങ്ങനെയൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. നിങ്ങളിതുവരെ കണ്ടിട്ടുണ്ടോ? എന്തൊരു കാര്യങ്ങൾ വന്നാലും വിവാദത്തിൻ്റെ വീഡിയോകളോ അങ്ങനെ ഒന്നും ഞാൻ ചെയ്യില്ല. പക്ഷേ ഇതെൻ്റെ മനസ്സൊന്നും മായുന്നില്ല. കാരണം അത്രയ്ക്ക് സങ്കടമായിപ്പോയി ആ അച്ഛനും അമ്മയുടെ വിലാപം കേൾക്കുമ്പോൾ. ആ മകൻ്റെ ഒന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ആയിപ്പോയി. അതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ചിലത് പറയണമെന്ന് തോന്നി. അതെ, നമ്മൾ ഒരാളുടെ ജീവിതം വെച്ച് ഒരിക്കലും കളിക്കരുത്. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് അമൂല്യമാണ്. എത്രയോ പേർക്ക് താങ്ങും തണലും ആവേണ്ട ഒരു ജീവനാണ്, അല്ലേ? അപ്പം നമ്മൾ നമ്മുടെ ഒരു റീച്ചിന് വേണ്ടി നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു എന്താ പറയുക, ഇന്നത്തെ കാലത്തെ എന്തൊക്കെയോ എനിക്കത് പറയാൻ വാക്കുകളില്ല. അങ്ങനെ അല്പം വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത്തിരി സോഷ്യൽ മീഡിയയിൽ പേര് കിട്ടാൻ വേണ്ടിയിട്ടോ ഒരു ജീവൻ വെച്ച് കളിക്കും. പിന്നെ അതിൽ ആ കുട്ടി അത് ചെയ്തു, ഓക്കെ. പക്ഷേ ഒന്ന് മാത്രം നിങ്ങൾ ഓർക്കണം, ആരെങ്കിലും എന്തെങ്കിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ താഴെ പോയി കമൻ്റ് ഇടും, എന്തൊക്കെയോ കമൻ്റ് ഇടും. അതിലൊരാളുടെ ജീവിതം വെച്ചാണ് നമ്മൾ കളിക്കുന്നതെന്നുള്ള ഓർമ്മ നമുക്ക് ഉണ്ടാവണം. കാരണം എത്ര പേരോ അവർക്ക് സത്യസ്ഥിതി ഒന്നും അറിയില്ല, എന്താണ് വാസ്തവം എന്നറിയില്ല, അവരത് കണ്ടിട്ടില്ല, അവർ നേരിട്ട് കണ്ടതോ അനുഭവിച്ചതോ ഒന്നുമല്ല. പക്ഷെ ആരോ ഒരാൾ പോസ്റ്റ് ചെയ്തു, അതിന് താഴെ വന്നിട്ട് നമ്മുടെ വിരളമർത്തി നമ്മൾ ചെയ്യുന്ന ഓരോരോ കമൻറ്റ് അവരുടെ ജീവിതത്തെയാണ് മാറ്റി നിർത്തുന്നത്. അവരുടെ ജീവിതമാണ് ഇല്ലാണ്ടാവുന്നത്. എത്രയോ പേരുടെ താങ്ങും തണലുമാണ് ഇല്ലാണ്ടാവുന്നത്. എത്രയോ സൽപ്പേരുകളാണ് ഇല്ലാണ്ടാവുന്നത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവരാ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മുടെ വിരൽത്തുമ്പിൽ നിന്ന് ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് അവർക്ക് നഷ്ടപ്പെട്ട ആ മകനെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമോ? അവരുടെ ആ ദുഃഖത്തിൽ നമുക്കെന്താ, അയ്യോ ആശ്വസിപ്പിക്കാൻ പോയിട്ടും അയ്യോ ദൈവവിധിയാണ് ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറയാം. പക്ഷെ അവരുടെ ദുഃഖം അവരുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവില്ലേ? ആ അമ്മയുടെ കണ്ണീര് നിങ്ങൾ കണ്ടില്ലേ? വയസ്സുകാലത്ത് അച്ഛനമ്മ അനാഥയായില്ലേ? ആയില്ലേ? അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഇതുപോലത്തെ തെറ്റുകൾ ചെയ്യാതിരിക്കുക. ആ പെൺകുട്ടി ചെയ്ത തെറ്റിനേക്കാളും വലിയ തെറ്റാണത്. കാരണം ആരോ ഒരാൾ കമൻ്റ് ഇട്ടിട്ട് അതിൻ്റെ താഴെ പോയി നമ്മൾ വേണ്ടാത്ത കമൻറ്റുകൾ ഇടുമ്പോൾ നമ്മൾ ആലോചിക്കണം. നമ്മൾ കാണാത്ത കാര്യം, നമ്മൾ കേൾക്കാത്ത കാര്യം, നമുക്ക് അനുഭവിച്ചറിയാത്ത കാര്യം നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ ഓർത്തിട്ട് ആലോചിച്ചിട്ടും വേണം. നമ്മുടെ വീട്ടിലും ഒരു കുടുംബം, നമുക്കും ഒരു കുടുംബമുണ്ട്, നമുക്കും മക്കളുണ്ട്, നമുക്കും ജീവിതമുണ്ട്. അതുപോലെ തന്നെയല്ലേ ഒരു മനുഷ്യൻ്റെ ജീവിതം? അതെന്താണ് ആരും ഓർക്കാത്തത്, അല്ലേ? നമ്മുടെ വിരൽത്തുമ്പിൽ ഒരാളുടെ ജീവനാണ് പോയി കിട്ടിയത്, അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഓർക്കൂ. ഇതുപോലെയുള്ള ഓരോരോ പോസ്റ്റുകൾ വരുമ്പോൾ അതിൻ്റെ താഴെ പോയി വേണ്ടാത്ത കമൻറ്റുകൾ ഇടുമ്പോൾ നിങ്ങൾ ഓർക്കണം, നമ്മുടെ ജീവിതം പോലെ മറ്റൊരാളുടെ ജീവിതം, നമ്മുടെ കുടുംബം പോലെ മറ്റൊരു കുടുംബമുണ്ട്. അവർക്കും പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, പുരുഷന് മാത്രമല്ല പുരുഷനും സ്ത്രീക്കും രണ്ടുപേർക്കും അഭിമാനം മാനം ഒക്കെ ഒരേപോലെ തന്നെയാണ്. സ്ത്രീക്ക് മാത്രമല്ല, സ്ത്രീക്ക് വേണ്ടിയിട്ട് കുറേ നിയമങ്ങളൊക്കെ വന്നു. അത് എന്തിനു വേണ്ടിയാണ്? നന്മയ്ക്ക് വേണ്ടിയാണ്. തെറ്റുകൾ ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടട്ടെ, ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസമാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത്.
പക്ഷേ നമ്മൾ കാണുന്നത് അതല്ല, ആ നിയമത്തെ ദുരുപയോഗം ചെയ്യാണ്. അതൊരിക്കലും ചെയ്യരുത്. അപ്പോൾ എന്താണ് ഈ ആണിനും പെണ്ണിനും, ആണും അനുഭവിക്കുന്ന ദുരിതം പെണ്ണും അനുഭവിക്കുന്നു. അതുപോലെ നല്ലവരും ചീത്തയും ആണിലും ഉണ്ട് പെണ്ണിലും ഉണ്ട്, അല്ലേ? അത് ഇന്ന ആണ് മാത്രമാണ് തെറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? ആണായതുകൊണ്ട് മാത്രം തെറ്റും, സ്ത്രീ ആയതുകൊണ്ട് മാത്രം എല്ലാം ശരിയെന്നൊന്നും ഒരിക്കലും പറയാൻ ഞാനൊരു പറ്റില്ല. സ്ത്രീയാണ്, എന്നിട്ട് ഞാൻ പറയാണ് രണ്ടുപേരിലും നല്ല ചീത്തയുണ്ട്. പക്ഷേ നമ്മൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ച് തീരുമാനിച്ച് വേണം ഒരാൾക്ക് കമൻ്റ് ഇടാനോ ഒരാളെ കുറ്റം പറയാനോ. അത് നമ്മൾ ചെയ്യുന്നത് തെറ്റല്ല. ഇപ്പോൾ ആ കമൻ്റ് ഇട്ട എല്ലാ ആൾക്കാർക്കും ആ കുടുംബത്തിൻ്റെ പാവം തട്ടിപ്പോയി. ആ പാപത്തിൽ നിന്നും അവർക്ക് ഒരിക്കലും ഒരു മോചനം ഉണ്ടാവുമോ? അവരുടെ മനസാക്ഷിയെങ്കിലും അവരോട് പറയില്ല, അയ്യോ നിരപരാധിയായ ഒരു മനുഷ്യനെ ഞങ്ങൾ ഒരു കമൻ്റ് ഇട്ട് ക്രൂശിച്ചല്ലോ എന്ന് അവർക്ക് തോന്നില്ലേ? ആ തോന്നൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും മനസ്സിൽ. അയ്യോ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നുള്ള ഒരു മനസ്സിലെ വിഷമം അവർക്കുണ്ടാവും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ നിങ്ങൾ ആലോചിക്കൂ. ആരെങ്കിലും ഒരു പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾ അതിന് താഴെ പോയി ഇവക ഒരു കാര്യങ്ങളും അറിയാതെ ചെയ്യാതിരിക്കും. അതുകൊണ്ട് നമുക്ക് പിന്നെ ചിലർ പറയും എന്തിനാണ് ആത്മഹത്യ ചെയ്തത്, അങ്ങോട്ട് ജീവിക്കാമായിരുന്നു. അതിനൊരു ഉത്തരം ഉണ്ട്. എന്താ അറിയോ? ജീവനെക്കാട്ടിലും വലുതാണ് മാനം എന്നാ മനുഷ്യൻ കരുതിപ്പോയി. ചിലരെന്ത് വിചാരിക്കറിയോ? ജീവിച്ചു നോക്കാം, ഈശ്വരൻ്റെ കോടതിയിൽ ഒരു ദിവസം ന്യായം കിട്ടുന്ന വിചാരിക്കും. പക്ഷേ അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. മനസ്സ് തകർന്നു പോയൊരു മനുഷ്യന് ഒരു നിമിഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുന്നൊരു സന്ദർഭമാണത്. ചിലരെന്ത് വിചാരിക്കും? ഇന്ന് ഈ ലോകം മുഴുവൻ കുറ്റം പറഞ്ഞാലും ഈശ്വരൻ്റെ ഒരു കോടതിയിൽ ഒരുപാട് അസത്യങ്ങൾ പറഞ്ഞ ആൾക്കാർക്ക് ഒരുപാട് വലിയ ശിക്ഷ കിട്ടുന്നുള്ള വിശ്വാസമുള്ളവർ ആത്മഹത്യ ചെയ്യാതെ ജീവിക്കും. കാരണം ജീവിതത്തിനോടൊരു വിശ്വാസം ഉണ്ടാവും. ഇത് വയസ്സായ അച്ഛനമ്മയുടെ മുമ്പത്ത് ഒരു പീഡനക്കാരനാണെന്നുള്ള പേരും കേട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. അതും തരണം ചെയ്ത് ചിലർ ജീവിക്കണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആ കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കും, അച്ഛന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി. എന്തോ മനസ്സിന് ധൈര്യം ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു നിമിഷത്തെ ചിന്ത, മനസ്സിന്റെ ധൈര്യക്കുറവല്ല, അത് ജീവനെക്കാട്ടിലും വലുതാണ് മാനം എന്നൊരു തോന്നൽ മനുഷ്യന് പെട്ടെന്ന് വന്നു. ചിലർ ധൈര്യമുള്ളവര് നമ്മൾ എതിർത്ത് നിൽക്കണം എന്ന് നമുക്ക്. അത് മാത്രമല്ല, ഈ സമൂഹം മുഴുവൻ നമ്മളെ കുറ്റം പറഞ്ഞാലും എൻ്റെ കുടുംബം എനിക്ക് കൈത്താങ്കായിട്ടുണ്ട്, എന്നെ വിശ്വസിക്കുന്നവർ എൻ്റെ ഒപ്പമുണ്ടെന്ന് വിചാരിക്കുന്ന ചിലർ ഒരിക്കലും അത് ചെയ്യില്ല. കാരണം ഈശ്വരൻ ഒരാളുണ്ട്, നാളെ അതിനുള്ള സത്യം കിട്ടുമെന്ന് പറയുമ്പോൾ ഈ നുണയും കൊണ്ട് ജയിച്ച ഒരു അവസാനം നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും വലിയ ശിക്ഷയ്ക്ക് പാത്രരായി ഉണ്ടാവും എന്നുള്ള സത്യം കൂടി ഉണ്ട്, അല്ലേ? അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ദയവ് ചെയ്തിട്ട് എനിക്ക് ഇത്രയൊക്കെ പറയണമെന്ന് തോന്നി. ഞാൻ ഈ വക വീഡിയോസൊന്നും ചെയ്യാറില്ല. പക്ഷേ ആ കുടുംബത്തിൻ്റെ വേദന കണ്ടപ്പോൾ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനിയൊരു തെറ്റ് ആരും ഇതുപോലെ ആവർത്തിക്കാതിരിക്കുക. വെറുതെ ഇങ്ങനെ ഒരു മനുഷ്യനെ ക്രൂശിച്ച് ആ ജീവൻ പൊലിയാൻ ഇടവരുത്താതിരിക്കുക. പക്ഷെ ഒന്നും ഓർക്കണം, അസത്യങ്ങൾ സുന്ദരമായി പറയാൻ കഴിവുള്ളവർ ജീവിതത്തിൽ താൽക്കാലമായി ജയിക്കും. പക്ഷേ സത്യങ്ങൾ കൂടി തുറന്നു പറയാൻ പറ്റാത്ത ചില മനുഷ്യരുണ്ടാവും, അവർ അവസാനം ജയിക്കും. ആ സത്യം ഒരിക്കലും മറക്കരുത്. എല്ലാ നിയമങ്ങളും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാവട്ടെ, അതിനെ ഇതുപോലെ യൂട്ടിലൈസ് ചെയ്ത് ഒരു ജീവൻ പോകാൻ ഇനിയും ഇടവരാതിരിക്കട്ടെ, അല്ലേ? അതുപോലെ നമ്മുടെ വിരൽ തുമ്പുകൊണ്ട് എത്ര ജീവിതങ്ങൾ പൊലിയാൻ കാരണമാവരുത് നമ്മൾ. അത് നമ്മുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമാണ്, അല്ലേ? നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിൽ എന്നും അവസാനം വരെ നമുക്ക് മനസ്സിലൊരു കുറ്റബോധമായി നിൽക്കും. അതുകൊണ്ട് ദയവായി ഇനിയെങ്കിലും നിങ്ങൾ അതിനൊപ്പം തന്നെ ഒരു തെറ്റും ചെയ്യാതെ നമ്മളെ വിട്ടുപോയ ചെറുപ്പക്കാരന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിന് ആ മകൻ്റെ വിയോഗം മറക്കാൻ ഒരിക്കലും പറ്റില്ല. ആ അമ്മയുടെ നിലവിളിയും പരസ്പരം കേട്ടാൽ അറിയാം. പക്ഷെ എന്നാലും ആ സർവേശ്വരൻ ആ അമ്മയ്ക്ക് അതിനുള്ള അച്ഛനും അതിനുള്ള ശക്തി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്രയല്ലേ നമുക്കൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത്രയും നിങ്ങളോട് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാണ്. ഇതുപോലെയുള്ള വീഡിയോ ഞാൻ ചെയ്യാറില്ല, പക്ഷേ പിന്നെ മനസ്സിന് കേൾക്കാത്തതുകൊണ്ട് ചെയ്തു പോയതാണ്. അപ്പോൾ ഓക്കെ, ബൈ.